ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺട്രോൾ ഓഫ് ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ഹൗ ടു ഓവർകം ലേബർ ടേൺ ഓവർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു റെഡ്യൂസ് ലേബർ ടേൺ. അപ്പോൾ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നോക്കിക്കേ, അതിനകത്ത് തന്നെ എഴുതിയിടണം ഹൗ ടു ഓവർകം ലേബർ ടേൺ ഓവർ, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ താഴത്തെ ലൈനിലുണ്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു റെഡ്യൂസ്. അപ്പം ഓർഗനൈസേഷനിൽ ഈ ലേബർ ടേൺ ഓവർ ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ പൊഴിഞ്ഞുപോക്കുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പരിധിവരെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ ടോപ്പിക്കും കൂടി ആകുമ്പോഴത്തേക്ക് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞ പോർഷൻസ് നമുക്കവിടെ കഴിയും. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ പറയുന്നത് എന്താണ്, പ്രോപ്പർ പ്ലാനിങ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ് സോ ഹാസ് ടു അവോയ്ഡ് റിഡൻസി ഇല്ലേ. അപ്പം ഒരു ഓർഗനൈസേഷനിൽ ഈ ടേൺ ഓവർ അല്ലെങ്കിൽ ആൾക്കാരുടെ പൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പ്ലാനിങ് അറിയാം. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ മുതലേ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇല്ലേ. അതിനകത്ത് ഫണ്ടമെൻറ്റൽസിലൊക്കെ പ്ലാനിങ് ഓർഗനൈസിങ് ഒക്കെ പഠിക്കും. അപ്പം ഏതൊരു കാര്യത്തിന് നമ്മൾ എന്ത് വേണം, നല്ലൊരു പ്ലാനിങ്. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യേണ്ട ആര് വേണ്ടിയിട്ടാണ്, ഒരു മാൻ പവറിൻ്റെ റിക്വയർമെൻറ്റ്. നമ്മൾ MPP മാൻ പവർ പ്ലാനിങ് ഒക്കെ പഠിച്ചു ഇല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ HR എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അവരെങ്ങനെയുള്ളവരായിരിക്കണം, വേക്കൻസികൾ വരുമ്പോൾ അവരെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലേബർ ടേൺ ഓവറിനെ നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. രണ്ടാമത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ റിക്രൂട്ട്മെൻറ്റ് പോളിസി ആൻഡ് പ്രാക്ടീസസ്. ഇനി എന്ത് ചെയ്യണം, HR പോളിസീസും സമയാസമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പോളിസീസും പ്രാക്ടീസസിനും ചില വ്യത്യാസങ്ങൾ ഇമ്പ്രൂവ്. ഇപ്പം നമുക്കറിയാം മാർക്കറ്റിനകത്ത് കമ്മോഡിറ്റീസിന് വില കൂടുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തിനിപ്പം ഇത്ര വർഷം കൂടുമ്പോൾ സാലറി ഹൈക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ബോണസ് ആവാം, ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇതിനെല്ലാം അപ്പോൾ HR സംബന്ധിക്കുന്ന പോളിസീസും പ്രാക്ടീസിനും എല്ലാം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ യൂസ് ഓഫ് പ്രോപ്പർ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഇൻ സെലക്ഷൻ ഓഫ് എംപ്ലോയി. ഇനി എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടെസ്റ്റും ഇൻ്റർവ്യൂകളും ഇല്ല. നമുക്ക് ക്വാളിറ്റിയുള്ള ചില ആൾക്കാരെ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നല്ല ടെസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല ഇൻ്റർവ്യൂ സെക്ഷൻസ് വഴി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാം. ദെൻ പ്രോപ്പർ ഓറിയൻറ്റേഷൻ ആൻഡ് ട്രെയിനിങ്. പിന്നെ എന്ത് ചെയ്യണം, ഈ സെലക്ട് ചെയ്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് ഇല്ലേ. എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഓറിയൻറ്റേഷൻ, നമ്മുടെ കമ്പനി എന്താണെന്നും നമ്മുടെ HR പോളിസി എന്താണ്, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി നല്ലൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ബെറ്റർ പേ ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. പിന്നെ എന്ത് ചെയ്യണം, അങ്ങനെ ഹയർ ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ശമ്പളം, നല്ല പാക്കേജ് നമ്മൾ ഓഫർ ചെയ്യുക. പിന്നെ നല്ല വർക്കിംഗ് കണ്ടീഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു ഇല്ലേ, നല്ല വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ സാനിറ്റേഷൻ ആവാം, അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, റെസ്റ്റ് റൂം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് പാക്കേജസ് ആവാം, ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിങ്, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്രൊമോഷൻ ഫ്രം വിത്തിൻ ആൻഡ് അതർ കരിയർ ഓപ്പർച്യൂണിറ്റി. പിന്നെ എന്ത് ചെയ്യണം, ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ MBA കഴിഞ്ഞൊരു വ്യക്തിയാണ്, അയാൾ വരുന്ന ഒരു മിഡിൽ ലെവലിലേക്കാണെങ്കിൽ ഒരു സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അനുസരിച്ച് അയാൾക്ക് എന്ത് ചെയ്യണം, നല്ല പ്രൊമോഷൻ അവന്യൂസൊക്കെ നമ്മൾ ഓഫർ ചെയ്യുക. പിന്നെ സെക്യൂരിറ്റി ഓഫ് സർവീസസ് ഇല്ലേ, അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം ഇല്ലേ, എനിക്കൊന്നും സംഭവിക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ലീഗൽ ഹയറിന് ജോലി കിട്ടും അല്ലെങ്കിൽ അതിൻ്റേതായ ഇൻസെൻറ്റീവ്സ് എനിക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി അവർക്കവിടെ ഫീൽ ചെയ്യണം. പിന്നെ ഇംപാർഷ്യൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ അല്ലേ, ഒരു പാർഷ്വാലിറ്റി അവിടെ ഉണ്ടാവും. ഒരു കമ്പനിയുടെ അകത്തുനിന്ന് ട്രാൻസ്ഫറോ പ്രൊമോഷനൊക്കെ വരുമ്പോൾ പാർഷ്വാലിറ്റി കാണിക്കരുത്, പകരം അവരുടെ സീനിയോറിറ്റിയോ അവരുടെ ക്വാളിറ്റിയോ നോക്കി വേണം നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ് പ്ലാൻസ്. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യണം, വർഷാവർഷങ്ങളിൽ കമ്പനി ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചില ഇൻസെൻറ്റീവ് പ്ലാൻസ് ഒക്കെ ഓഫർ ചെയ്യണം. അപ്പം അവർ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൂടാതെ അതർ ഇൻസെൻറ്റീവ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതവർക്ക് കുറേ കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ അതവരുടെ മൊറൈലിനെ തന്നെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം. അതുപോലെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ സ്കീംസ് അല്ലേ, നമ്മൾ പഠിക്കും. ഇനി 5th സെമസ്റ്റർ നമ്മൾ ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം എംപ്ലോയീസിന് കൊടുക്കേണ്ട വെൽഫെയർ ഫെസിലിറ്റി, സാലറി കൂടാതെ കിട്ടുന്ന അതർ ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അവരെന്ത് ചെയ്യണം, നല്ലൊരു സ്കീമിലൂടെ ഓരോ എംപ്ലോയീസിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ആഡ്യൂക്കേറ്റ് മെഷീനറി ഫോർ സാറ്റിസ്ഫാക്ടറി റെഡ്രസൽ ഓഫ് ഗ്രിവൻസസ്. അറിയാലോ, ആ റെഡ്രസൽ ഓഫ് ഗ്രിവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരാതി പരിഹരിക്കൽ. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ അതിനൊരു പരാതി പരിഹരിക്കൽ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാവണം. അതായത് എംപ്ലോയീസിന് എന്ത് പരാതി ഉണ്ടെങ്കിലും ഒരു കമ്മിറ്റിയിൽ അത് സബ്മിറ്റ് ചെയ്യാനും അത് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിലെടുത്ത് പരിശോധിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക അല്ലെങ്കിൽ അത് തീർപ്പാക്കി കൊടുക്കുക എന്നൊരു പ്രൊസീജിയർ ഇൻഡസ്ട്രിയിൽ കറക്റ്റായിട്ടുണ്ടായിരിക്കണം.
പിന്നെ പ്രൊവിഷൻ ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഇല്ലേ, റിട്ടയർമെൻറ്റ് ഇത്ര വയസ്സിൽ റിട്ടയർമെൻറ്റ് ആവണം, അല്ലെങ്കിൽ റിട്ടയർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എങ്ങനെയാണ്, പെൻഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ടോ, അപ്പോൾ ആ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ എംപ്ലോയി കൺസൾട്ടേഷൻ, സജഷൻ സ്കീം, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. എംപ്ലോയീസിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൺസൾട്ടേറ്റീവ്സ് എന്തുണ്ടെങ്കിലും നമ്മൾ അവരോടൊന്ന് കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഒരു സജഷൻ സ്കീം, അല്ലേ, എന്ത് കമ്പനിയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അവരോട് നമ്മളൊരു അഭിപ്രായം, ഒപ്പീനിയനായിട്ട്, സജഷനായിട്ട് ചോദിക്കുക. പിന്നെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ, WPM എന്ന് പറഞ്ഞ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അപ്പം അങ്ങനെയൊക്കെ എംപ്ലോയീസിനെ എല്ലാ കാര്യത്തിനും കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൂടെ നിർത്തണം. അതിന് അതുപോലെ തന്നെ എന്താണ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ടീം ബിൽഡിംഗ് ടെക്നിക് ടു ഇംപ്രൂവ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മൊറൈൽ. പിന്നെ പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അല്ലേ, ഒരു ഇൻഡസ്ട്രി എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യുക. പിന്നെ ഒരു ടീം ബിൽഡിംഗ്, ഓർഗനൈസേഷനിൽ എല്ലാവരും കൂടെ ഒത്തു നിൽക്കുക, അല്ലെങ്കിൽ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടേതാണ് ഈ വർക്ക്, എൻ്റെയാണ് ഈ ആ ഒരു ബിലോങ്ങിങ്നെസ്സോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടീം ബിൽഡിങ്ങോട് കൂടി എന്ത് ചെയ്യണം. അപ്പം അത് നമ്മൾ എന്തിനു സഹായിക്കും, പരസ്പരമുള്ള ബന്ധങ്ങൾ കുറച്ചും കൂടെ ദൃഢമാക്കാനും നല്ലൊരു മൊറയിൽ അല്ലെങ്കിൽ ആത്മവീര്യത്തോടുകൂടി ജോലി ചെയ്യാനും നമുക്ക് സഹായമാകും. പിന്നെ ലാസ്റ്റ് പറയുന്നത് പ്രോപ്പർ ജോബ് ഡിസൈൻ, വർക്ക് ഷെഡ്യൂൾ ടു മാച്ച് സ്കിൽ വിത്ത് ദ ജോബ് റിക്വയർ, അല്ലേ. പിന്നെ നമ്മൾ എന്തിനാണ് ഓരോരുത്തർക്കും വേണ്ടി ജോബ് ഡിസൈൻ ചെയ്യണം. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ്, ആ ക്വാളിറ്റി അനുസരിച്ച് അയാളെ ജോലി ചെയ്യിപ്പിക്കുക. അപ്പം സ്കില്ലും ജോലിയും കൂടെ മാച്ച് ആവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ ആട്രേഷൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നൊരു ഓപ്ഷനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് നോക്കിയേ, നമ്മൾ ലേബർ ടേൺ ഓവർ എന്തെല്ലാം പറഞ്ഞു, ലേബർ ടേൺ ഓവർ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ലേബർ ടേൺ ഓവർ എന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് എ ടൈം ടു ടൈം ചേഞ്ചസ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദി വർക്ക് ഫോഴ്സ് ദാറ്റ് റിസൾട്ടിങ് ഫ്രം ഹയറിംഗ്, റിലീസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയി. അല്ലെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം, it is an extent to which old employee leave and new employee enter in the service of a concern, അല്ലേ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞു, 4 രീതിയിലുള്ള മെഷർമെൻറ്റ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്, അസഷൻ മെത്തേഡ്, സെപ്പറേഷൻ മെത്തേഡ്, കമ്പൈൻഡ് മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കോസസ് പറഞ്ഞു, അല്ലേ, അവോയ്ഡബിൾ കോസസും പറഞ്ഞു, അൺഅവോയ്ഡബിൾ കോസസും പറഞ്ഞു, അല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായി നമ്മൾ ഇഫക്ട്സ് പറഞ്ഞു. ഇഫക്ട്സ് പറഞ്ഞപ്പോഴും 2 രീതിയിലാണ് ഒരു ഇൻഡസ്ട്രിയിൽ ലേബേഴ്സ് പൊഴിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആർക്കൊക്കെയാണ്, എംപ്ലോയറിനും പ്രശ്നങ്ങളാണ്, എംപ്ലോയിക്കും പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ലേബർ ടേൺ ഓവറിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. അപ്പം ഇത്രയും പോർഷൻസ്, അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞ പോർഷൻസാണ് അവിടെ കഴിഞ്ഞത്. നിങ്ങൾ നല്ലപോലെ 2-3 ദിവസം നമുക്ക് ഇല്ലേ ഈ പോർഷൻസ് നല്ലപോലെ വായിച്ച് നോക്കി ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ നല്ലപോലെ തയ്യാറാക്കി, ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് മിസ് ഇത് ഫയലാക്കി ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ നോട്ടിലേക്ക് ഇത് എഴുതാൻ. താങ്ക്